ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചെറുപയർ കുതിർത്തതാണ് കേട്ടോ. ഞാനപ്പോൾ ജ്യൂസ് കഴിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സത്യവാൻ സാവിത്രി എന്നുള്ള ഒരു വിശേഷമാണ്. അപ്പം ഇന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ട് തരാം. രാവിലെ ഞങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്നിട്ട് പുതിയ സാരി ഉടുത്ത് ഇന്ന് വ്രതമാണ്. ഭക്ഷണങ്ങൾ വേറെ ഒന്നും കഴിക്കരുത്, പഴങ്ങൾ മാത്രം കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ ഭർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ എന്നും ഭാര്യ ഭർത്തൃ ബന്ധം എന്നും നല്ല രീതിയിൽ നല്ലൊരു വ്രതമാണ്. വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ അതാ കൈ നിറയെ വളയൊക്കെ ഇടണം. ഈ വള എന്ന് പറഞ്ഞാൽ ഇത് ശംഖ, ഇവിടെ പറയുന്ന പേരാണ് ഇത് ശംഖ എന്നാണ് പറയുന്നത്. ഇതാ റെഡ് കളറിൽ ഇങ്ങനെ കുപ്പിവള ഉണ്ട്. ഇത് പൂജിച്ച് കൊണ്ടുവന്ന് അമ്പലത്തിൽ പൂജിച്ചാണ് ഈ സാരിയും ഈ വളയും പൂജിച്ച് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് നമ്മൾ ഭർത്താവിനെ നമസ്കരിക്കണം. അപ്പോൾ ചേട്ടന് കടയിൽ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ നമസ്കരിച്ചിട്ട് ചേട്ടൻ ഓടി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്ത് അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അമ്പലത്തിൽ പൂജ ചെയ്ത് നമ്മൾ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ മോളും മോനൊന്നും വന്നില്ല, നല്ല ചൂടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ ഞാൻ അതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് ഞാൻ ആ പൂജയുടെ അമ്പലത്തിൽ പോയിട്ട് അടുത്ത വർഷം ഞാൻ വേണമെങ്കിൽ ചെയ്യാം. കാരണം ഇപ്പം ഇവിടുത്തെ ചൂട് കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവരാനുണ്ട്. തേങ്ങ ഒഴിച്ചു, പിന്നെ പഴങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ രാവിലെ ഞാൻ കാണിച്ചില്ലേ, കൈതച്ചക്ക, ഇതുണ്ടോ ശംഖ, ഇതുണ്ടോ ശംഖയും കുപ്പിവള, റെഡ് കളർ കുപ്പിവളയും സിന്ദൂരമാണ് കേട്ടോ. ഇത് പൂജിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കയ്യിലിടണം. നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്നു. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അമ്പലത്തിലേക്ക് പൂജിക്കാൻ കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങൾ. ഞാനൊന്ന് കാണിച്ചു തരികയാണ്. രാവിലെ കുറച്ച് പച്ചരി ഉണ്ട്, കുറച്ച് ചെറുപയറുണ്ട്, ഒരു തേങ്ങ വേണം, 2 പഴം വെച്ചിട്ടുണ്ട്, ഒരു കൈത്തച്ചക്ക വെച്ചിട്ടുണ്ട്, മാമ്പഴം ഉണ്ട്, ചക്കയൊക്കെ കൊണ്ടുപോകും കേട്ടോ, പഴുത്ത ചക്ക, ഒരു കോട്ടൺ സാരി വേണം. സാരി പൂജിച്ചിട്ട് ആ സാരി വേണം നമ്മളിന്ന് ഉടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ ഇത് ഞാൻ കാണിക്കുന്നത് സിന്ദൂരവും പിന്നെ ശംഖ എന്ന് പറയും ഇവിടെ, റെഡ് കളറിലെ ഒരു വളയാണ്, കുപ്പിവളയാണ്, നല്ല കട്ടിയുള്ള വളയാണ്, അങ്ങനെ പൊട്ടുമൊന്നുമില്ല. അപ്പോൾ ഇത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഈ വള ഇടണം. അപ്പോൾ വിവാഹം കഴിഞ്ഞതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുത്തു വിടുന്ന സാരിയും. ഇങ്ങനെ എൻ്റെ ദൂരെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ വരും, അത് പൂജിച്ചിട്ട് ഇടണം. കണ്ടല്ലോ, ഇതാണ് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്ന് ഇത് ഈ സാരിയും. അപ്പൊ ഈ സാരി അമ്പലത്തിൽ പൂജിച്ചു കൊണ്ടത്. ഈ സാരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടില് അച്ഛനും അമ്മയുടെ അവിടെ നിന്ന് അച്ഛനും അമ്മയും വാങ്ങിത്തരുന്ന സാരിയാണ് പൂജിക്കാൻ അമ്പലത്തിൽ കൊടുക്കേണ്ടത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്ന പോലെ അച്ഛനും അമ്മയും കെട്ടിച്ച് വിടാൻ നേരത്തെ അവരൊരു സാരിയെ കൊടുപ്പിച്ച്, നല്ല പട്ടുസാരിയെ കൊടുപ്പിച്ച് കല്യാണം കഴിച്ച് വിടുകയല്ലേ. അപ്പൊ ആ ഒരു ഓർമ്മയാണ്. അപ്പൊ അതാണ് എല്ലാ വർഷവും ഈ സാവിത്രി എന്ന് പറയുന്ന ദിവസത്തില് വീട്ടിൽ നിന്ന് സാരി, ഇപ്പൊ ഇവിടെ ഒഡീഷയിൽ എനിക്കിപ്പോ ദൂരം ആയതുകൊണ്ടാണ്, എന്നാലും വീട്ടിലെ അമ്മേനോട് വിളിച്ച് പറയുമ്പോൾ അമ്മ പൈസയൊക്കെ അയച്ചു തരാറുണ്ട്. ഇവിടുന്ന് ഒരു സാരി വാങ്ങി അമ്പലത്തിൽ പൂജിച്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തൊക്കെ ഉള്ളവർ ഇതുപോലെ ഒരു ബാഗ് നിറയെ പഴങ്ങൾ, ചക്ക, മാങ്ങ, തേങ്ങ, പിന്നെ പൈനാപ്പിൾ, മുന്തിരി, എല്ലാ ഫ്രൂട്ട്സും, ഒരു ബാഗ് നിറയെ ഫ്രൂട്ട്സും, സാരി, പിന്നെ തൊടുന്ന സിന്ദൂരം, വളകൾ ഒക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നത്. ഒരു ബാഗ് വീട്ടിൽ നമ്മുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും കൊണ്ട് സാവിത്രിയുടെ തലേന്ന് കൊണ്ട് ഭക്തിഗൃഹത്തിൽ കൊണ്ടുതരും. എന്നിട്ട് രാവിലെ നമ്മൾ ഇതെല്ലാം ഇപ്പൊ അത് ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരില്ല അതൊക്കെ വാങ്ങുന്നത്. നമ്മുടെ സ്വന്തം അച്ഛനമ്മയും വാങ്ങിത്തരുന്ന സാധനങ്ങൾക്ക് അമ്പലത്തിൽ ആ സാരി എടുത്ത് നമ്മൾ ഭർത്താവിനെ നമസ്കരിച്ച് ഭർത്താവ് സിന്ദൂരൊക്കെ വരും, വളയിട്ട്. അപ്പൊ ആ കല്യാണത്തിന്റെ അന്നത്തെ ഇതാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും ഇതൊക്കെയുണ്ട്. കുഞ്ഞു വീഡിയോ ആണ് സാവിത്രിക്ക്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ പോയി എല്ലാം പൂജയൊക്കെ ചെയ്ത് വന്നു.
വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. ഇന്നത്തെ ദിവസം ഫുഡൊന്നുമില്ല, വെള്ളം കുടിക്കുക, പിന്നെ ഈ പഴങ്ങളൊക്കെ തിന്നാട്ടോ. ഈ പഴങ്ങൾ മാത്രം തിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ വ്രതത്തിലാണ്. നമ്മുടെ ഭർത്താവിന് വേണ്ടിയുള്ള ഒരു പൂജയും വ്രതമാണ്. അപ്പോൾ ഇതാ കണ്ടോ, തേങ്ങ, ഇത് ചെറുപയർ കണ്ടോ, ചെറുപയർ നമ്മൾ കുതിർത്തത് കഴിക്കുക കേട്ടോ. ചെറുപയറും തേങ്ങയും ഇതാ പച്ചരി ഉണ്ട് കേട്ടോ, പച്ചരി കുതിർത്തത്. ഇത് പൂജയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ ചെറുപയറും തേങ്ങ തിരുമിയതും ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനത് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചെറുപയർ കുതിർത്തതാണ് കേട്ടോ. പിന്നെ പഴങ്ങൾ, ഇത് ദേവീൻ്റെ, നമ്മളെ ദേവീൻ്റെ അമ്പലത്തിൽ കൊണ്ടുവന്ന് സിന്ദൂരമാണ്. ഇതാണ് നമ്മുടെ സാവിത്രിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഒഡീഷയിലെ ഒരു പൂജയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി എല്ലാം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചു. ഞാൻ വരുമ്പോൾ തന്നെ മോള് എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം നാരങ്ങ വെള്ളം കുടിച്ചു. ഇനി ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും കഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ വേറെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇന്ന് മാള് എല്ലാ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതപ്പം മാള് എനിക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ജ്യൂസാണ് കുടിക്കുന്നത്. അടുത്ത ദിവസം ഇതാണ് ഫുഡ്. വേറെ ചോറൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം പഴങ്ങൾ മാത്രം. വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അമ്പലത്തിൽ പോയി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ലേറ്റാവും. ആ ഒരു ടയേർഡാണ്, കാരണം ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡാണിത്. ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചെറുപയറും തേങ്ങയും കുഴച്ചിട്ട് ഞാൻ അതിൻ്റെ കുറച്ചുകൂടി കാണിച്ചു തരാം. ഞാനപ്പോൾ ജ്യൂസ് കഴിക്കുകയാണ്. നല്ല ഐസപ്പെട്ടിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. ചെറുപയർ കുതിർത്തതും തേങ്ങയും പഞ്ചസാരയും, ഇതിൻ്റെ കൂടെ പഴം, വേറെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കുഴയ്ക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ വേറെ ഫ്രൂട്ട്സ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. വെറും തേങ്ങയും ചെറുപയർ കുതിർത്തതും പഞ്ചസാരയും മാത്രം ഇട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ്. സാവിത്രി വ്രതത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണമാണ് ചെറുപയർ. പരിപ്പാക്കിയിട്ട് അതിൻ്റെ തോലൊക്കെ കുതിർത്ത് തോലൊക്കെ കളഞ്ഞിട്ട് വേണം. എൻ്റെ ശരിക്കും പോയിട്ടില്ല. ആ വെള്ള കളറിൽ തന്നെ നമ്മളെ പരിപ്പില്ല അതുപോലെ ഉണ്ടാവും. ചെറുതായിട്ടുള്ള തോലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം. ചുമ്മാ നിങ്ങൾ വ്രതം ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാമല്ലോ. നമ്മൾ വ്രതമൊക്കെ ഉള്ളന്ന് ഇങ്ങനത്തെ ഈ ഫുഡാണ്. അപ്പം നല്ല ഹെൽത്തി ഫുഡാണ്. ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്, ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സാവിത്രി. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.